ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണവ്യവസ്ഥയിൽ അമേരിക്കയിൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ പല വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങൾ വീഡിയോ സുഭാഷിതത്തിൽ ചെയ്യുമ്പോഴൊക്കെ പലരും നമ്മെ കളിയാക്കി. അങ്ങനെയൊക്കെ ചെയ്യാവോ ട്രംപ്? എങ്ങനെയാണ് ഇയാൾക്ക് എവിടെ നിന്നാ വിവരം കിട്ടുന്നത്? ഇവിടെ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരത്തിരുന്നത് ട്രംപ് എന്തൊക്കെ ചെയ്യുന്നു? പക്ഷെ ഇപ്പോൾ നോക്കൂ, ഒക്ടോബർ 1 എന്ന് പറയുന്ന മുതൽ ആണ് അവരുടെ ഈ വർഷം. നമ്മുടെ പോലുള്ള മാർച്ച് ഏപ്രിൽ സംവിധാനം, ഏപ്രിൽ മുതൽ മാർച്ച് വരെ എന്നുള്ള സംവിധാനമല്ല. അവർക്ക് തിരിച്ചാണ്. അവർക്ക് ഒക്ടോബറിലാണ് അവരുടെ ഈ ധനാഭ്യർത്ഥന പരിപാടികളൊക്കെ നടക്കുന്നത്. പിന്നെ ഒക്ടോബർ 1 മുമ്പ് ഈ ബില്ലെല്ലാം പാസ്സായാൽ മാത്രമേ അവർക്ക് ഇത് കിട്ടുകയുള്ളൂ. ഒക്ടോബർ 1 മുതലുള്ള ചിലവ് ചെയ്യാൻ കഴിയും. നമ്മുടെ അങ്ങനെയാണല്ലോ, ബഡ്ജറ്റ് പാസ്സായാൽ മാത്രമല്ലേ പണമെടുക്കാൻ കഴിയുകയുള്ളൂ. എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഒക്ടോബർ 1 മുമ്പ് ഈ ബില്ലുകളൊക്കെ പാസ്സാവണം. അങ്ങനെ സെനറ്റിൽ വച്ചിട്ടുള്ള സാമ്പത്തിക അനുമതി കൊടുക്കുവാനുള്ള ഈ വർഷത്തെ സാമ്പത്തിക അനുമതി ബില്ലുകളൊക്കെ മാറാൻ, നമ്മുടെ ട്രഷറി പോലെയൊക്കെ തന്നെയാണ്, ബില്ലുകളൊക്കെ മാറാനുള്ള അനുമതി കൊടുക്കാനുള്ള ബില്ല്, അത് ശമ്പള ബില്ല് ഉൾപ്പെടെയുള്ള ബില്ലുകൾ മാറാനുള്ള അനുമതി കൊടുക്കാനുള്ള രേഖ സെനറ്റിൽ വെച്ചപ്പോൾ 7 ഡെമോക്രാറ്റുകൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ 2 പേര് മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, അമേരിക്കയിൽ വളരെ പ്രശസ്തമായ 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒന്ന് പിന്നെ മെഡിക്കെയ്ഡ് എന്ന് പറയുന്ന, നമ്മളെ മെഡിസിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ മെഡിക്കെയ്ഡ് എന്ന് പറയുന്ന വലിയൊരു ആരോഗ്യ ഇൻഷുറൻസ് പരിപാടി ഉണ്ടായിരുന്നു. മെഡിക്കെയ്ഡും അല്ലാതെ ആരോഗ്യ ഇൻഷുറൻസും രണ്ടും ആരോഗ്യ മേഖലയിലായിരുന്നു. അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയെ ഒഴിവാക്കിയിട്ടാണ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി പറഞ്ഞു ഇനി അങ്ങനെ പൈസയൊന്നും മുടക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും 5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അവരോട് അവധിയിൽ പോകാനാണ് അവർ തയ്യാറാകുന്നത്. അവധിയിൽ പോയാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ അവധിക്ക് പോകാൻ ശ്രമിക്കുന്നു, അവർക്ക് ശമ്പളം മാറാൻ ബുദ്ധിമുട്ടായി. അവധിക്ക് പോയാൽ പിരിച്ചുവിടുമെന്ന് പറയുന്നു, താൽക്കാലിക അവധി കൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ വലിയ ഗുരുതരമായ ഒരു സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക ചെന്നുപെട്ടിരിക്കുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തുകയും ഇന്ത്യക്കെതിരെയൊക്കെ ഒരു തീരുവ കൂട്ടി വലിയ ഭീഷണിയും പ്രതിരോധം തീർത്തപ്പോൾ ഇതെല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് ഒരിക്കലും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും കരുതി കാണില്ല. എന്തായാലും തിരിച്ചടിച്ചിരിക്കുകയാണ്. അവർ എറിഞ്ഞ ബാൾ അവരുടെ കോർട്ടിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. തീർച്ചയായും അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ലോക്ക്ഡൗണിലേക്കും ഷട്ട് ഡൗണിലേക്കും ഒക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി എങ്ങനെയാണ് അത് മറികടക്കുക എന്നറിയത്തില്ല. സെനറ്റിൽ ഇത് പാസ്സാക്കിയാൽ മാത്രമേ നിയമപരമായിട്ട് അവർക്ക് പൈസ വിഡ്രാ ചെയ്യാൻ കഴിയുള്ളൂ, ശമ്പളമൊക്കെ കൊടുക്കാൻ കഴിയുള്ളൂ. എന്തൊത്തുതീർപ്പാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിൽ അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം കൗതുകത്തോടെ കാണുന്നത്.